വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഒക്ടോബർ 7 യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇതാദ്യമായി ജോ ബൈഡൻ ഇസ്രായേലിനെതിരെ പ്രതികരിച്ചു. അമേരിക്കൻ ആയുധങ്ങൾ സിവിലിയൻ ജനത്തെ കൊല്ലുന്നതിന് തടയാൻ തുടർന്നുള്ള ആയുധങ്ങളുടെ നീക്കം തടഞ്ഞതായി ജോ ബൈഡൻ. അതേസമയം ഇസ്രായേൽ തങ്ങളുടെ പാർട്ണർ എന്ന നിലയിൽ ഇസ്രായേലിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടതുണ്ട്. ഇസ്രായേൽ ഫോഴ്സിന്റെ റഫ കരയുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ബൈഡന്റെ ഈ വാണി. അമേരിക്കൻ മുന്നറിയിപ്പ് അവഗണിച്ചും തെക്കൻ റഫയിൽ ശക്തമായ ബോംബിംഗ് തുടരുകയാണ് ഇസ്രായേൽ. ഇപ്പോൾ തന്നെ ഭവനരഹിതരായ ഫലസ്തീനികളോട് റഫ വിടണമെന്നാണ് ഇസ്രായേൽ കൽപ്പിച്ചിരിക്കുന്നത്. 15 ലക്ഷത്തോളം വരുന്ന ഫലസ്തീനികളുടെ അഭയകേന്ദ്രമാണ് റഫ. എവിടേക്ക് പോകണമെന്നറിയാത്ത ഒരു ജനതയോട് വീണ്ടും റഫ വിടാനാണ് ഇസ്രായേൽ ആവശ്യപ്പെടുന്നത്. ആയിരക്കണക്കിന് ഫലസ്തീനികൾ റഫയിൽ നിന്നും പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 15 ലക്ഷത്തോളം വരുന്ന അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന റഫയാണ് ഇപ്പോൾ സൈന്യത്തിന്റെ ലക്ഷ്യം. ഇത് ഭവനരഹിതനായ ഫലസ്തീനി മുഹമ്മദ് വയീദ. അവർ ഞങ്ങളെ ബോംബിടുന്നു, ഭയപ്പെടുത്തുന്നു, ഇവിടം വിട്ടു പോകാൻ ഞങ്ങളോട് പറയുന്നു. ഞങ്ങൾ എവിടേക്ക് പോകും? എനിക്ക് മറ്റാരും തന്നെയില്ല. എന്റെ ഉമ്മ മരിച്ചു. ഇത് അൽ കഫർന ഫാമിലി. അവർ റഫ വിടുകയാണ്. അവർ ആദ്യം പറഞ്ഞു ഞങ്ങളോട് ഗസയിൽ നിന്നും സൗത്തിലേക്ക് പലായനം ചെയ്യാൻ. അതിനുശേഷം സൗത്തിൽ നിന്നും ഖാൻ യൂസിലേക്ക്, പിന്നീട് അവർ പറഞ്ഞു സെബാത്തിലേക്ക്, നിന്നും ദർ അൽ ബലയിലേക്ക്, പിന്നെ റഫയുടെ ബോർഡിലേക്ക്. അവർ പറഞ്ഞു എല്ലായിടവും സുരക്ഷിതമാണെന്ന്. ഞങ്ങളെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഓടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ദുരിതം തരാൻ ഞങ്ങൾ എന്ത് ചെയ്തു? ചില ഫാമിലി ഫ്രണ്ട്സ് ഖാൻ യൂണിസിലുണ്ട്. അവിടെയൊന്നും ഭക്ഷണവും വെള്ളവും മറ്റു സൗകര്യങ്ങളുമില്ല. ഇത് അബു മുഹമ്മദ് അൽ കഫർന, അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഞങ്ങൾക്ക് വേണ്ടത് ഈ ദുരിതാവസ്ഥയ്ക്കുള്ളൊരു പരിഹാരമാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പട്ടണമായ ഗസയിലേക്ക് തിരിച്ചു പോകാൻ കഴിയണം. ഇത് സന അൽ കഫർന. ഞങ്ങൾ മാനസികവും ശാരീരികവുമായി വളരെയധികം തകർക്കപ്പെട്ടവരാണ്. എല്ലാം നശിപ്പിക്കപ്പെട്ടു. ഭക്ഷണമില്ല, വെള്ളമില്ല, വിദ്യാഭ്യാസമില്ല, ഒന്നും തന്നെയില്ല. ഞങ്ങൾക്ക് ആരും പണം നൽകുന്നില്ല. ഞങ്ങൾക്കൊരു സഹായവുമില്ല. ഞങ്ങൾ എവിടെ പോകും? ആയിരങ്ങൾ സെൻട്രൽ ഗസയിലേക്ക് പലായനം ചെയ്യുകയാണ്. അവിടെ ഒരു ജലവിതരണ കേന്ദ്രം മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. ഇതാണ് സത്യമെന്നിരിക്കെ അവിടം പോകാൻ പറ്റിയ നല്ലൊരിടമല്ല.